പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 28 ശനിയാഴ്ച, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. അമ്മയുടെ ഹൃദയം പോലെ വെണ്മയുള്ള, എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നല്ലൊരു ഹൃദയത്തിനായി ഇന്ന് പ്രാർത്ഥിക്കാം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 48-ാം വചനം അവസാന ഭാഗം ഇന്ന് ധ്യാനിക്കാം. നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളിൽ 3-ാമത്തെ വ്യാകുലത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന വചനഭാഗം. ഒരു പ്രതിസന്ധി ഘട്ടം ജീവിതത്തിൽ വന്നപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താതെ ഒരുമിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ദമ്പതിമാരെയാണ് വചനഭാഗത്ത് കണ്ടുമുട്ടുക. രണ്ടുപേരും ഒരുമിച്ച് കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായി. കാണാതായ ഈശോയെ കണ്ടുകിട്ടുകയും ചെയ്തു. ഈ ഒരു വലിയ ഗുണം നമ്മുടെ കുടുംബങ്ങളിലെ ദമ്പതിമാരിൽ നിറയട്ടെ. തെറ്റ് ആരുടെ ഭാഗത്താണ് എന്ന് അന്വേഷിക്കാനുള്ള ശ്രമം നിർത്തിയിട്ട് ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കുടുംബാംഗങ്ങളോട് ചേർന്ന് നിന്ന് അതിജീവിക്കുവാനുള്ള കൃപ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു.